അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ജനുവരി 2 കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഓൾറെഡി ജനുവരി 1 നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കറണ്ട് അഫയേഴ്സ് 2025 ജനുവരി എന്ന് ഒരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് ജനുവരിയിലെ എല്ലാ കറണ്ട് അഫയേഴ്സും ആ ഒരു പ്ലേലിസ്റ്റിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ നമ്മളെ അറിയിക്കണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി വീഡിയോ ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ജനുവരി 2 പ്രത്യേകതകൾ നോക്കാം. ജനുവരി 2 ഏതെല്ലാം ദിനങ്ങളായിട്ടാണ് ആചരിക്കുന്നത്? ജനുവരി 2 വേൾഡ് ഇൻട്രോവേർട്ട് ഡേ ആണ്. വേൾഡ് ഇൻട്രോവേർട്ട് ഡേ ചോദിച്ചാൽ എന്നാണ്? ജനുവരി 2. വേൾഡ് ഇൻട്രോവേർട്ട് ഡേ ചോദിച്ചാൽ ജനുവരി 2 ആണ്. പിന്നെ മന്നം ജയന്തിയായി ആചരിക്കുന്നത് ജനുവരി 2. മന്നം ജയന്തി, മന്നത്ത് പത്മനാഭന്റെ ജന്മദിനമായിട്ടുള്ള ജനുവരി 2 മന്നം ജയന്തി ആയിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പോൾ 2025 മന്നത്ത് പത്മനാഭന്റെ എത്രാമത് ജന്മദിനമാണ് ആഘോഷിച്ചത് എന്ന് ചോദിച്ചാൽ 148. 148ാമത് ജന്മദിനമാണ് 2025 ആഘോഷിച്ചിട്ടുള്ളത്. മന്നത്ത് പത്മനാഭന്റെ NSSന്റെ സ്ഥാപകനായിട്ടുള്ള മന്നത്ത് പത്മനാഭന്റെ ജന്മദിനമായിട്ടുള്ള ജനുവരി 2 മന്നം ജയന്തിയായി ആഘോഷിക്കുന്നു. 2025 മന്നത്ത് പത്മനാഭന്റെ 148ാമത് ജന്മദിനമാണ് ആഘോഷിച്ചത് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2025 ഹരിവരാസന പുരസ്കാര ജേതാവ്, 2025 ഹരിവരാസന പുരസ്കാര ജേതാവ് ചോദിച്ചാൽ ആരാണ്? ഗാനരചയിതാവും സംഗീത സംവിധായകനുമായിട്ടുള്ള കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് 2025 ഹരിവരാസന പുരസ്കാര ജേതാവ്. അപ്പോൾ സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്നുകൊണ്ടാണ് ഹരിവരാസന പുരസ്കാരം നൽകി വരുന്നത്. 2012 മുതലാണ് ഹരിവരാസന പുരസ്കാരം നൽകി വരുന്നത്. 2012 മുതലാണ് ഹരിവരാസന പുരസ്കാരം നൽകി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഹരിവരാസന പുരസ്കാരം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്നുകൊണ്ടാണ് ഹരിവരാസന പുരസ്കാരം നൽകി വരുന്നത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഹരിവരാസന പുരസ്കാരത്തിന്റെ സമ്മാന തുക ചോദിച്ചാൽ 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2025 ജേതാവ് ചോദിച്ചാൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് 2025 ഹരിവരാസന പുരസ്കാര ജേതാവ്. അപ്പോൾ കൂട്ടത്തിൽ 2024 കൂടി ഓർത്തിരിക്കുക. 2024 ആരാണ്? 2024 ജേതാവ് ചോദിച്ചാൽ തമിഴ് പിന്നണി ഗായകനായിട്ടുള്ള വീരമണി ദാസ് ആണ്. വീരമണി ദാസ് ആണ് 2024 ജേതാവ്. ഇനി കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് പത്മശ്രീ ലഭിച്ച വർഷം ചോദിച്ചാൽ എത്രയാണ് പത്മശ്രീ ലഭിച്ച വർഷം? 2021. 2021 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കുക. 2025 ഹരിവരാസന പുരസ്കാര ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് ഏത് വർഷമാണ്? 2021. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2025 ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി ആരാണ്? 2025 ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി KS മണിലാൽ. KS മണിലാലാണ് കേട്ടോ. അപ്പോൾ KS എന്നതിൻ്റെ പൂർണ്ണരൂപം പഠിച്ചു വെക്കണം. കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ എന്നതാണ്. KS എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം എന്നതാണ്. അപ്പോൾ 2025 ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തിയാണ് കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തിട്ടുള്ള സസ്യശാസ്ത്രജ്ഞനാണ് KS മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തിട്ടുണ്ട്. 2003 ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത്. 2003 ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. 2003 ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത്. 2008 മലയാളത്തിൽ വിവർത്തനം ചെയ്തു. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വർഷം ചോദിച്ചാൽ 2008. ഇനി സൈലന്റ് വാലിയെ പ്രഖ്യാപിച്ചത് മണിലാൽ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. സൈലന്റ് വാലിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത് മണിലാൽ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി കേന്ദ്ര മന്ത്രാലയത്തിന്റെ EK ജാനകി അമ്മാൾ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷമാണ്? KS മണിലാലിന് കേന്ദ്ര മന്ത്രാലയത്തിന്റെ EK ജാനകി അമ്മാൾ പുരസ്കാരം 2003 ലഭിച്ചിട്ടുണ്ട്. ഇനി നെതർലാൻഡിന്റെ ഉന്നത സിവിലിയൻ പുരസ്കാരമായിട്ടുള്ള ഓഫീസർ ഇൻ ദ ഓർഡർ ഓഫ് ഓറഞ്ച് ലഭിച്ചത് ഏത് വർഷമാണ്? 2012. നെതർലാൻഡിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായിട്ടുള്ള ഓഫീസർ ഇൻ ദ ഓർഡർ ഓഫ് ഓറഞ്ച് ലഭിച്ചിട്ടുള്ളത് 2012. അപ്പോൾ
ഓഫീസർ ഇൻ ദ ഓർഡർ ഓഫ് ഓറഞ്ച് പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരൻ കൂടിയാണ് KS മണിലാൽ. ഓർത്തിരിക്കുക, KS മണിലാൽ, കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ രൂപം. KS മണിലാൽ എന്താണ്? ഓഫീസർ ഇൻ ദ ഓർഡർ ഓഫ് ഓറഞ്ച്, നെതർലാൻഡിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായിട്ടുള്ള ഓഫീസർ ഇൻ ദ ഓർഡർ ഓഫ് ഓറഞ്ച് ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരനാണ് KS മണിലാൽ. ഇനി അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ച വർഷം ചോദിച്ചാൽ ഏതാണ്? 2020 KS മണിലാലിന് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. പത്മശ്രീ ലഭിച്ചത് 2020. കേന്ദ്ര മന്ത്രാലയം നൽകുന്ന EK ജാനകി അമ്മാൾ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് 2003. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025-26 കാലാവധി നീട്ടിയ കേന്ദ്ര സർക്കാരിൻ്റെ വിള ഇൻഷുറൻസ് പദ്ധതി. 2025-26 കാലാവധി നീട്ടിയ കേന്ദ്ര സർക്കാരിൻ്റെ വിള ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയാണ് കേട്ടോ. എന്താണ്? വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിള ഇൻഷുറൻസ് പദ്ധതി ചോദിച്ചാൽ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. 2025 ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയ ഇന്ത്യൻ താരം. 2025 ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയ ഇന്ത്യൻ താരം ആരാണ്? ആർ വൈശാലിയാണ് കേട്ടോ. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയുടെ സഹോദരിയായിട്ടുള്ള ചേച്ചിയായിട്ടുള്ള ആർ വൈശാലിയാണ് 2025 ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയിട്ടുള്ളത്. അപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ പട്ടം നേടുന്ന ആദ്യ സഹോദരന്മാരാണ് ആർ വൈശാലിയും പ്രജ്ഞാനന്ദയും. അപ്പോൾ വെങ്കലം നേടിയ ഇന്ത്യൻ താരമാണ് ആർ വൈശാലി. ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരമായിട്ടുള്ള ആർ വൈശാലി നേടിയിട്ടുള്ളത് വെങ്കലമാണ്. ഇനി സ്വർണം നേടിയത് ആരാണ്? ചൈനീസ് താരമായിട്ടുള്ള ജുവെൻജു ആണ് സ്വർണം നേടിയിട്ടുള്ളത്. ഇനി പുരുഷ വിഭാഗത്തിൽ സ്വർണം നേടിയത് ആരാണ്? പുരുഷ വിഭാഗത്തിൽ സ്വർണം നേടിയത് മാഗ്നസ് കാൾസണും റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള ഇയാൻ നിപ്പോനിയാഷിയാണ്. ആരൊക്കെയാണ് പുരുഷ വിഭാഗത്തിൽ? 2025 ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ സ്വർണം നേടിയിട്ടുള്ളത് ആരാണ്? മാഗ്നസ് കാൾസണും റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഓർത്തിരിക്കുക, റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള ഇയാൻ നിപ്പോനിയാഷിയാണ്. ഇത് ആദ്യമായിട്ടാണ് രണ്ടുപേര് ജേതാക്കളായി മാറുന്നത്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. രാജ്യത്ത് ആദ്യമായി വിമാന സർവീസുകളിൽ വൈഫൈ സൗകര്യം ഒരുക്കിയ വിമാന കമ്പനി. രാജ്യത്ത് ആദ്യമായി വിമാന സർവീസുകളിൽ വൈഫൈ സൗകര്യം ഒരുക്കിയ വിമാന കമ്പനി ഏതാണ്? എയർ ഇന്ത്യയാണ് വിമാന സർവീസുകളിൽ വൈഫൈ സൗകര്യം ഒരുക്കിയിട്ടുള്ള വിമാന കമ്പനി. 23ാമത് കേരള ഗവർണറായി അധികാരമേറ്റത് ആരാണ്? 23ാമത് കേരള ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് കേരളത്തിൻ്റെ 23ാമത് ഗവർണറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് ആരാണ്? സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തിട്ടുള്ളത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള നിതിൻ മധുകാർ ജംദാർ ഓർത്തിരിക്കുക. കേരള ഗവർണറായി സ്ഥാനമേറ്റ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തിട്ടുള്ളത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള നിതിൻ മധുകാർ ജംദാർ ആണ്. 2024 കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ല. 2024 കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ല ചോദിച്ചാൽ കണ്ണൂരാണ്. 2024 കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ലയാണ് കണ്ണൂർ. 3952.7 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചിട്ടുള്ളത്. ഓർത്തിരിക്കുക, 3952.7 മില്ലിമീറ്റർ മഴയാണ് കണ്ണൂർ ലഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ലയാണ് കണ്ണൂർ. രണ്ടാം സ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? കോഴിക്കോടാണ് രണ്ടാം സ്ഥാനം. 3367.5 മില്ലിമീറ്റർ മഴ ലഭിച്ചു. മൂന്നാം സ്ഥാനം എവിടെയാണ്? കോട്ടയത്ത് 3350.7 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി കേരളത്തിൽ 2024 ഏറ്റവും കുറവ് മഴ എവിടെയാണ് ലഭിച്ചിട്ടുള്ളത്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഏറ്റവും കുറവ് മഴ ലഭിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്താണ്. 2100.5 മില്ലിമീറ്റർ മഴയാണ് തിരുവനന്തപുരത്ത് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ
2024 കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ല ചോദിച്ചാൽ കണ്ണൂരാണ്. ഏറ്റവും കുറവ് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരള റോഡ് സുരക്ഷാ കമ്മീഷണറായി 1 വർഷത്തേക്ക് അധികാരം നീട്ടി നൽകിയത് ആർക്ക്? കേരള റോഡ് സുരക്ഷാ കമ്മീഷണറായി 1 വർഷത്തേക്ക് അധികാരം നീട്ടി നൽകിയിട്ടുള്ളത് DGP നിതിൻ അഗർവാൾ. DGP നിതിൻ അഗർവാളിനാണ്. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കിടപ്പു രോഗികൾക്കായി കൊല്ലം ജില്ലയിൽ ആരംഭിച്ച ടെലിമെഡിസിൻ ക്യാമ്പയിൻ. കിടപ്പു രോഗികൾക്കായി കൊല്ലം ജില്ലയിൽ, നോട്ട് ചെയ്ത് വെക്കുക, കൊല്ലം ജില്ലയിൽ ആരംഭിച്ച ടെലിമെഡിസിൻ ക്യാമ്പയിനാണ് മേഘസ്പർശം. മേഘസ്പർശം എന്നത് കിടപ്പ് രോഗികൾക്കായി കൊല്ലം ജില്ലയിൽ ആരംഭിച്ച ടെലിമെഡിസിൻ ക്യാമ്പയിനാണ്. അപ്പോൾ എന്താണ് സ്നേഹസ്പർശം പദ്ധതി? സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. എന്താണ് മേഘസ്പർശം? കിടപ്പ് രോഗികൾക്കായി കൊല്ലം ജില്ലയിൽ ആരംഭിച്ച ടെലിമെഡിസിൻ ക്യാമ്പയിനാണ്. വ്യാജ ഡോക്ടർമാരുടെ പ്രവർത്തനം തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഡോക്ടർമാർക്ക് QR കോഡ് സംവിധാനം നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. വ്യാജ ഡോക്ടർമാരുടെ പ്രവർത്തനം തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഡോക്ടർമാർക്ക് QR കോഡ് സംവിധാനം നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലാണ് ഡോക്ടർമാർക്ക് QR കോഡ് സംവിധാനം നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് ജനുവരി 2 പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. എന്തെങ്കിലും സജഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്